ഹായ് എവ്രി വൺ. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ഞാൻ മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഒക്കെ കണ്ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ദിസ് ഈസ് അവർ വെരി ഫസ്റ്റ് വീഡിയോ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ എൻറോൾമെൻറ്റ് പ്രൊസീജിയേഴ്സ് കുറിച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എൻറോൾമെൻറ്റ് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിച്ചൊരു കാര്യമായിരുന്നു, ഇതെങ്ങനെയെങ്കിലും നമ്മുടെ നെക്സ്റ്റ് ജൂനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലോയേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർലി അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ മിസ്സാവാനുള്ള ചാൻസസ് വളരെയധികമാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു 2 monthsന് ശേഷം നമ്മുടെ നെക്സ്റ്റ് എൻറോൾമെൻറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പം 2 months എന്ന് പറയുമ്പോൾ നമ്മളൊരു 1 month മുന്നെങ്കിലും അതിൻ്റെ പ്രോസസ്സ് തുടങ്ങും. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക, റിസൾട്ട് വന്ന ഉടനെ തന്നെ. അപ്പോൾ നിങ്ങൾ കോളേജിലേക്ക് പോവുക. നമുക്ക് മെയിനായിട്ട് 2 ആപ്ലിക്കേഷനാണ് കൊടുക്കാനുള്ളത്. അതായത് ഒന്ന് യൂണിവേഴ്സിറ്റിയിലേക്കും ഒന്ന് കോളേജിലേക്ക് നിങ്ങളൊരു ലെറ്ററിൽ നിങ്ങളുടെ TC കോഴ്സ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ പ്രൊവിഷണൽ പാസിംഗ് സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്കുമാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഇത് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെലാൻ അടച്ചിട്ട് കഫേ വഴിയാണ് നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര മാർക്സ് കാർഡ് ഉണ്ടോ അതും എടുത്തിട്ട് വേണം പോകാൻ. ബിക്കോസ് നിങ്ങൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൊത്തം സർട്ടിഫിക്കറ്റ്സും എടുത്തിട്ട് വേണം പോകാൻ. ഈ പറഞ്ഞ ഡോക്യുമെൻസിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളക്ട് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ബാർ കൗൺസിൽ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് അതിനെ പറയാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് ബാർ കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജ് ആണോ എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്. നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ്. ആൻഡ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ട്രിക്കി. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ മിസ്സാവും എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പം അതിൻ്റെ ഒഫീഷ്യൽ പേജ് മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ മിസ്സാകും. കാരണം അതിൻ്റെ അകത്ത് നെക്സ്റ്റ് എൻറോൾമെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഒക്ടോബറിൽ കഴിഞ്ഞ നമ്മുടെ എൻറോൾമെൻറ്റ് പ്രോസസ്സിൻ്റെതാണ്. ഓക്കെ, അതിനകത്ത് ഞാൻ വേണ്ടിക്കിൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുക്കാം. അതിലിപ്പോഴും 19th and 20th ഒക്ടോബറിൻ്റെ എൻറോൾമെൻറ്റ് ഷെഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒഫീഷ്യൽ പേജിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് മെയിൽ വരും. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ആക്ടിവേറ്റ് ആക്കി വെക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ലോഗിനൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നെക്സ്റ്റ് എൻറോൾമെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു പേജ് കാണാം. നിങ്ങൾ അതിലാണ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വഴി അത് അറിയാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് ആരുമായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യാൻ നമ്മൾ ഈ ഒഫീഷ്യൽ പേജ് മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നെക്സ്റ്റ് എൻറോൾമെൻറ്റ് പ്രൊസീജിയേഴ്സും ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് പേര്, ഗാർഡിയൻ്റെ പേര്, അവരുടെ ഓക്യുപ്പേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ കൊടുക്കേണ്ടത്. സെക്കൻഡ് പാർട്ടിലാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് സബ്മിഷൻസ് വരുന്നത്. അപ്പം നിങ്ങൾ കളക്ട് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും പ്ലസ് ഇവിടെയാണ് നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റുകാർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. അതിന് ഒരു സ്പെഷ്യൽ ബോക്സസ് അതിലുണ്ടാവും. അതിലേക്കാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് കൊടുക്കാം. ആൻഡ് അപ്പം നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഫോം 4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും രജിസ്ട്രേഷൻ ടൈമിൽ. ഈ ഫോം 4 എന്ന് പറയുന്നത് 2 അഡ്വക്കേറ്റ്സിൻ്റെ സൈനും സീലും വാങ്ങിച്ച ഒരു ഫോമാണത്. അവർക്ക് നിങ്ങളെ എത്ര വർഷമായിട്ട് അറിയാം എന്നുള്ള ഒരു ഫോമാണത്. 2 അഡ്വക്കേറ്റ്സിൻ്റെ സൈനും സീലും വെച്ചിട്ടുള്ളൊരു ഫോമാണ്. അത് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആ ഫോം കിട്ടും. ആ ഫോം ഉടനെ തന്നെ പോയിട്ട് നിങ്ങൾ അഡ്വക്കേറ്റ്സിൻ്റെ സൈനും സീലും ഒക്കെ വാങ്ങിയിട്ട് അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഫിഡവിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഈ അഫിഡവിറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിച്ച സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ അഫിഡവിറ്റ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ, അതായത് നമ്മൾക്ക് ഇതിൽ ഈ LLB കോഴ്സിൽ നമുക്ക് ഇറഗുലർ സ്റ്റുഡൻസിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ റെഗുലർ സ്റ്റുഡൻ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അതായത് നമ്മൾ അവിടെ നിന്ന് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കാണിക്കലാണ് ഈ അഫിഡവിറ്റ്. ഈ അഫിഡവിറ്റിൻ്റെ അകത്ത് നമ്മൾ അതൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഈ അഫിഡവിറ്റും അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ റെൻറ്റിനാണ് നിന്നത് അല്ലെങ്കിൽ PG ആണ് നിന്നതെങ്കിൽ ആ റെൻറ്റ് എഗ്രിമെൻറ്റ്, അവരുടെ ആധാറിൻ്റെ കോപ്പി, ഇതൊക്കെയാണ് അതിൽ അപ്ലോഡ് ചെയ്യാൻ ഉള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലാണ് നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആധാറിൻ്റെ കോപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഈ അഫിഡവിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോട്ടറൈസ് ചെയ്ത അഫിഡവിറ്റാണ് വേണ്ടത്. ആൻഡ് നെക്സ്റ്റ്
നിങ്ങൾക്ക് അതർ ഡോക്യുമെൻസിൻ്റെ അകത്താണ് നിങ്ങൾക്ക് ഇനി ബാക്കി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, അതായത് LLB റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ ഈ അതർ ഡോക്യുമെൻറ്റ്സിലേക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ബാർ കൗൺസിൽ അഫിലിയേഷൻ, അതേപോലെ തന്നെ വേറെ നിങ്ങൾക്ക് ഈ ബോക്സിലുള്ള ഓപ്ഷൻസ് ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ലെഫ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ എക്സിറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ ഒഫീഷ്യൽ പേജ് ഫസ്റ്റ് വൺ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ രജിസ്റ്ററിൻ്റെ അകത്ത് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. അഡ്വക്കേറ്റ്, ബാർ അസോസിയേഷൻ, പബ്ലിക്, ഈ 3 ഓപ്ഷൻസ് കാണാം. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഈ അഡ്വക്കേറ്റ് ലോഗിൻ. ഇവിടെ നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഇവിടെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് ആണ് നിങ്ങളുടെ ന്യൂ എൻറോൾമെൻറ്റ് ഫോർ അഡ്വക്കേറ്റ്സ് കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്തും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന പേയ്മെൻറ്റ് കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് താഴത്തേക്ക് വരുമ്പം എഗ്രി കൊടുക്കുക. നെക്സ്റ്റും നിങ്ങൾക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കിയിട്ട് കണ്ടിന്യൂ എൻറോൾമെൻറ്റ് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നെയാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ് സബ്മിഷൻ, പേയ്മെൻറ്റ് ഇതൊക്കെ വരുന്നത്. ആൻഡ് ദ തേർഡ് ആൻഡ് ഫൈനൽ പാർട്ടിലാണ് നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. വെരിഫിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു 10 ഡേയ്സിന് ശേഷം നിങ്ങൾക്കൊരു മെയിൽ വരും. നിങ്ങളുടെ വെരിഫിക്കേഷൻ ഡേറ്റ് നിങ്ങൾക്ക് വരും. അന്നത്തെ ദിവസം നിങ്ങൾ അവിടെ പോയി വെരിഫിക്കേഷൻ നടത്തുക. വെരിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ടൈം ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് 9:30 ആയിരിക്കും ടൈം തന്നിട്ടുണ്ടാവുക. ബട്ട് അതിന് മുന്നേ തന്നെ പോയിട്ട് നിങ്ങൾക്ക് വേഗം ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുന്നേ തന്നെ പോയിട്ട് ബാർ കൗൺസിലിൻ്റെ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ പേര് എഴുതി വെക്കുക. നിങ്ങളുടെ പേര് എഴുതിയതിനനുസരിച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുക വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങളെ പേര് എഴുതി വെക്കുക. എന്നിട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക. ഈ വെരിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് പേയ്മെൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ 2 കോപ്പീസ് വെച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം, പേയ്മെൻറ്റ് റെസിപ്റ്റ്, ഫോം 4 ഇതൊക്കെ കളർ പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓരോ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഈ മാർക്സ് കാർഡ് ഒഴികെ, അതായത് ഈ 10 സെമസ്റ്റർ മാർക്സ് കാർഡ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും 2 കോപ്പീസ് വെച്ചിട്ട് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഫോം 4ഉം അതേപോലെ തന്നെ ബാർ കൗൺസിൽ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റും നമ്മൾ ഒറിജിനൽ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒറിജിനൽ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലുള്ള കോപ്പി അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി എല്ലാത്തിൻ്റെയും 2 കോപ്പീസ്, ഈ 10th, +2, പാസിംഗ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പി 2 കോപ്പി എടുത്തിട്ട് അവിടെ വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഈ പുറത്ത് പഠിച്ച കുട്ടികളോട് മെയിനായിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എൻറോൾമെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. പേയ്മെൻറ്റ് ആകെ ചെയ്തത് ഞാൻ ഈ ഫോട്ടോസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് അവിടെ 350 റുപ്പീസ് കൊടുത്തിട്ടുണ്ടായി. ആ ഒരു എമൗണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് വെരിഫിക്കേഷൻ ഒരു എമൗണ്ടും അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എൻറോൾമെൻറ്റ് പ്രൊസീജിയേഴ്സ്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു.